അരുൺ മോഹൻ ഉണ്ട് നെയ്യാറ്റിൻകര തിരുവനന്തപുരത്ത് നിന്നും. അരുൺ മോഹൻ, എങ്ങനെയാണ് ഈ തീരദേശ നെയ്യാറ്റിൻകര മേഖലകളുടെ ഒരു പൊതുസ്ഥിതി? സജിത്ത്, ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തീരദേശവും മലയോര മേഖലയും ശക്തമായ മഴയിൽ കുതിർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് രാവിലെ മുതൽ പറയാനുള്ളത്. ഈ പറയുന്ന തീരദേശ മേഖലയിലൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യത മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നെടുമങ്ങാട് വെമ്പായം റോഡുകളിൽ പലതും വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. മാത്രമല്ല, നെയ്യാറ്റിൻകര പാലിയോട് രഞ്ജിത്തിന്റെ വീടിലേക്ക് മരം കടപുഴകി വീണ് നാശനഷ്ടം സംഭവിച്ചതായി നമുക്കിപ്പോൾ അറിയാം. അതുപോലെ അരുവിക്കര സർക്കാർ ആശുപത്രിയുടെ മതിലും ഇടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വ്യാപകമായ നഷ്ടങ്ങൾ നമുക്ക് ഇപ്പോൾ അറിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്നാൽ നെയ്യാറിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ആ ജലനിരപ്പ് ഉയരുമ്പോൾ സ്വാഭാവികമായും ആദിവാസി ഊരുകൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇവിടുത്തെ ഭരണകൂടങ്ങൾ അതിനൊക്കെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും മഴ മുന്നറിയിപ്പുകൾ എല്ലാ ഭാഗത്തു നിന്നും നൽകുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ പ്രേക്ഷകർ ജാഗ്രത പാലിക്കുക. കാരണം സംസ്ഥാനത്ത് അതിരൂക്ഷമായ മഴക്കെടുതിയാണ് വരാനിരിക്കുന്നത്. കാരണം 31 മുതൽ കാലവർഷം എത്തുകയാണ് എന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് എല്ലാ വർഷവും അനുഭവപ്പെടാറുള്ള മൺസൂൺ സീസണേക്കാൾ ശക്തമായ മഴ ഇത്തവണ ഉണ്ടാകുമെന്നതാണ് ഇന്നലെ പുറത്തുവന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വ്യാപകമായ മഴ പലയിടത്തും അനുഭവപ്പെടുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. നമ്മൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങൾ കണ്ടതുപോലെ നെടുമങ്ങാട് ഭാഗത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി എന്നതാണ് തിരുവനന്തപുരത്തെ സാഹചര്യം. ഒപ്പം കേരളത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലെ സാഹചര്യവും അതുതന്നെയാണ്. കൊല്ലം ജില്ലയിലും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. MC റോഡിന്റെ പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കഴിഞ്ഞു. MC റോഡിൽ പലയിടത്തും ഗതാഗതം പോലും തടസ്സപ്പെടുന്ന രീതിയിൽ സാഹചര്യം മാറുകയാണ്. കൊട്ടാരക്കര വാളകം ജംഗ്ഷനിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴക്കെടുതിയിൽ 19 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഇതിൽ 18 വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നിരുന്നു. കൊല്ലം, ചവറ എന്നിവിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൊല്ലത്ത് വിവിധയിടങ്ങളിലായി ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചുകൊണ്ടുള്ള ശക്തമായ നടപടിയാണ് ഉണ്ടാവുന്നത്. MC റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വാളകം ഭാഗത്തെ വെള്ളക്കെട്ടാണ് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. അത്ര രൂക്ഷമാണ് പ്രതിസന്ധി. താഴ്ന്ന പ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ടാവുന്നു എന്ന സാഹചര്യം. അതേസമയം ഇന്നലെ രാത്രിയോ ഇന്നോ സംസ്ഥാനത്ത് രൂക്ഷമായ മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുന്നറിയിപ്പിന് വ്യത്യസ്തമായിട്ടാണോ മഴ ഉണ്ടായത് എന്ന ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട്. ചാത്തന്നൂരിൽ നിന്നുള്ള ദൃശ്യമാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചാത്തന്നൂരിൽ ഉണ്ടായ വെള്ളക്കെട്ടാണ്. ചെളിവെള്ളം നിറഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. ഇങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഉണ്ടാവുന്ന സാഹചര്യം. രൂക്ഷമായ വലിയ വെള്ളപ്പൊക്കമാണ്. കുഴി ഏതാ റോഡ് ഏതാ എന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയോ ഇല്ലയൊന്നും അറിയില്ല. ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. ചാത്തന്നൂർ അടക്കമുള്ള ഇടങ്ങളിലെ വെള്ളക്കെട്ടാണ്. എന്തായാലും കൊല്ലം ജില്ലയിൽ രൂക്ഷമായ മഴ, അതിശക്തമായ മഴ അനുഭവപ്പെടുന്നു എന്നതാണ് സാഹചര്യം. വിനീഷ് നമുക്കൊപ്പം ചേരുന്നു. വിനീഷ്, ശക്തമായ മഴയുണ്ട്. കൊല്ലം ജില്ലയുടെ പല മേഖലകളിലും വെള്ളക്കെട്ടുണ്ട് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് സാഹചര്യം? MC റോഡിലൊക്കെ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് സാഹചര്യം മാറിയിട്ടുണ്ടോ? തീർച്ചയായും അതിശക്തമായ മഴയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ മഴയ്ക്ക് വലിയ ശക്തി പ്രാപിച്ചത്. തോരാതെ പെയ്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഇടറോഡുകളിലും അതുപോലെ തന്നെ MC റോഡിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വാളകത്ത് ഉണ്ടായ വലിയൊരു വെള്ളക്കെട്ടാണ്. രാവിലെ ചെറിയ തോതിലുള്ള വെള്ളക്കെട്ട് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് കുറച്ച് രൂക്ഷമായി തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ചാത്തന്നൂർ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. അതായത് ഈ MC റോഡിലെ നിലമേലും വാളകത്തുമാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുള്ളത്. പിന്നെ ചാത്തന്നൂര് ഈ MC റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. കാരണം വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം. അതുപോലെ തന്നെ കൊല്ലത്ത് ശക്തമായ മഴയെ തുടർന്ന് തീരദേശ മേഖലയിലും അതുപോലെ തന്നെ ഈ മലയോര മേഖലയിലെല്ലാം വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലും കണക്കിലെടുത്തുകൊണ്ട് മലയോര മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തീരദേശ മേഖലയിലുള്ളവരെ അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഏകദേശം ഒരു 22-ൽ പരം കുടുംബങ്ങളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. കൊല്ലം, ചവറ തുടങ്ങിയ മേഖലകളിലായിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കല്ലടയാറിന്റെ തീരപ്രദേശങ്ങളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കല്ലടയാറിന്റെ
ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണെങ്കിൽ അറിയിപ്പ് നൽകണം എന്നുള്ളൊരു നിർദ്ദേശവും അവർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുരിപ്പുഴ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. മഴ ശക്തിയായി തന്നെ ഇനിയും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. കൊല്ലം ജില്ലയിൽ ശക്തമായ മഴ അനുഭവപ്പെടുകയാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ശക്തമായ മഴ പലയിടത്തും അനുഭവപ്പെട്ടത്. ഇന്നലെ രാത്രിയുമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ രൂക്ഷമായ മഴക്കെടുതികൾ പലയിടങ്ങളിൽ നിന്നുമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് സാഹചര്യം. സംസ്ഥാനത്ത് മഴ ശക്തമാണ്. 31 മുതൽ കാലവർഷം എത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇത്തവണ അതിശക്തമായ മഴയുണ്ടാകുമെന്നതാണ് മുന്നറിയിപ്പ്. ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരാം.